ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. നിങ്ങൾ യൂട്യൂബ് ചാനൽ ഉള്ളവരാണോ? അതോ 2025 പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. കാരണം യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ഒരു യൂട്യൂബ് ക്രിയേറ്റർ അവരുടെ ചാനലിൽ സെറ്റ് ചെയ്യേണ്ട എല്ലാ സെറ്റിങ്സിനെ പറ്റിയും കസ്റ്റമൈസേഷനെ പറ്റിയുള്ള ഒരു ഫുൾ ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും 2025 യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബിൽ നിന്ന് ഒരു ഏണിങ്സ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. 100% നമുക്കതിന് സാധിച്ചെടുക്കാനും പറ്റും. നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു മെയിൽ ഐ ഡിയാണ്. ചിലരതിനെ ജിമെയിൽ ഐ ഡി എന്നും പറയും. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൊബൈൽ സ്ക്രീൻ റെക്കോർഡിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. ഇവിടെ താഴെയായിട്ട് നമ്മുടെ പ്രൊഫൈൽ കാണാനായിട്ട് കഴിയും. അപ്പം എപ്പോഴും ഒരു യൂട്യൂബ് ക്രിയേറ്റർ, പുതുതായിട്ട് ചാനൽ തുടങ്ങുന്ന ഒരു ക്രിയേറ്റർ ചെയ്യേണ്ടത്, ഞാൻ പേഴ്സണലായിട്ട് പറയുന്നത്, പുതിയ ഒരു മെയിൽ ഐ ഡിയിൽ നിന്നിട്ട് നമ്മുടെ പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഓപ്പണായി വന്ന പേജിൽ സ്വിച്ച് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാനൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യൂട്യൂബിൻ്റെ ഇങ്ങനെ ഒരു ബ്ലാങ്ക് സ്പേസ് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ താഴെയായിട്ട് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡിയുടെ പേരിൽ ഒരു ചാനൽ പേജും കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്രിയേറ്റ് എ ചാനൽ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജിൽ നമ്മൾ ചെയ്യേണ്ട 3 ഓപ്ഷൻസും കാണും. ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സൈഡിൽ കാണുന്ന ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുക. ഗാലറിയിൽ നിന്നും ഏത് ഫോട്ടോയാണോ നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം താഴെയായിട്ട് സേവ് അസ് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫോട്ടോ ഇപ്പോൾ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമതായി കാണുന്ന നെയിം എന്ന ഓപ്ഷന്റെ സൈഡിലായിട്ട് കാണുന്ന പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏത് പേരാണോ നമ്മുടെ ചാനലിന് കൊടുക്കാൻ താല്പര്യം ആ പേര് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ റീച്ചായി നിൽക്കുന്ന ചാനലിൻ്റെ പേര് അതുപോലെ നിങ്ങളെടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കരുത്. ഇപ്പോൾ യൂട്യൂബിൻ്റെ പുതിയ പോളിസി അനുസരിച്ച് അതങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം ആ ചാനലിൻ്റെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി താഴെയായിട്ട് ഹാൻഡിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ഒരു ഹാൻഡിൽ നെയിം യൂട്യൂബ് തന്നെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹാൻഡിൽ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ മാറ്റം വരുത്തി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മാറ്റമൊന്നും വരുത്തുന്നില്ല. ഈ 3 ഓപ്ഷനും കൊടുത്തു കഴിഞ്ഞാൽ താഴെയായിട്ട് ക്രിയേറ്റ് ചാനൽ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ലോഗിനിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിൽ കയറാനായിട്ട് പറ്റും. പക്ഷേ ഒരു ക്രിയേറ്റർ എന്ന നിലയ്ക്ക് നമ്മുടെ ചാനലിൽ എല്ലാ സെറ്റിങ്സും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനിയാണ് നമ്മുടെ ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സ് ചെയ്യേണ്ടത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാനലിൻ്റെ ഇമ്പോർട്ടൻ്റ് സെറ്റിങ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രോം ബ്രൗസറിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ യൂട്യൂബിൻ്റെ ലോഗോ ഇവിടെ കാണാനായിട്ട് കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതുതായിട്ട് ഓപ്പണായി വരുന്ന പേജിൽ മുകളിലായിട്ട് 3 ഡോട്ട് എന്നിടത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. മറ്റു കുറച്ച് ഓപ്ഷൻസ് ഇപ്പോൾ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൽ താഴെയായിട്ട് കാണുന്ന ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് എനേബിൾഡ് ആക്കി കൊടുക്കാം. ഇനി ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഫോട്ടോ നിങ്ങൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ചാനലിൻ്റെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ അല്ല എന്നുണ്ടെങ്കിൽ സിംപ്ലി ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. മറ്റു കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഓപ്പണായി വരും. അതിൽ സ്വിച്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റ്ലി നമ്മുടെ ചാനലിൽ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ലോഗിൻ ചെയ്യുക.
ഇവിടെ ഓപ്പണായി വന്ന പേജിൽ നിങ്ങൾ വീണ്ടും പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ചാനലിൻ്റെ പ്രൊഫൈലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ വ്യൂ യുവർ ചാനൽ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇപ്പോൾ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ കസ്റ്റമൈസ് ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ ചാനലിൻ്റെ കസ്റ്റമൈസേഷൻ ചെയ്യേണ്ടത്. ഈ ഓപ്പണായി വന്ന പേജിൽ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ചാനലിൻ്റെ സെറ്റിങ്സ് ഇവിടെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷൻ ചെയ്യേണ്ട ഒരു കോളം നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നമ്മുടെ ചാനലിൽ എന്താണോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ നോട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെയായിട്ട് ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെയും താഴെയായിട്ട് നമ്മുടെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ലിങ്ക് നിങ്ങൾക്ക് ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ അങ്ങനെ ലിങ്കുകളുണ്ടെങ്കിൽ ആ ലിങ്കും കൂടെ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ താഴെയായിട്ട് കോണ്ടാക്ട് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാം. താഴെയായിട്ട് ഇമെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ അല്ല ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, പുതിയൊരു ഇമെയിൽ ഐ ഡിയാണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ഈ നമ്മുടെ ചാനൽ വളർന്ന് റീച്ചായൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് സ്പോൺസർഷിപ്പ് ഒക്കെ വരും. അപ്പോൾ അവർ ഈ ഇമെയിൽ ഐ ഡിയുമായിട്ടായിരിക്കും നമ്മളെ ബന്ധപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പുതിയ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്രയും ചെയ്തതിന് ശേഷം ബാനർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ബാനർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാനർ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം പബ്ലിഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ ചാനലിന്റെ കസ്റ്റമൈസേഷൻ ഫുള്ളായിട്ടുണ്ട്. ഇനിയും നമുക്ക് 3 ഇമ്പോർട്ടൻ്റ് സെറ്റിങ്സ് ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ചാനലിൽ മൊത്തം സെറ്റിങ്സും കാണാനായിട്ട് കഴിയും. ഇവിടെ ഓപ്പണായി വന്ന പേജിൽ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി കൺട്രി ഓഫ് റെസിഡൻസ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ കൺട്രി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെയായിട്ട് കീവേഡ്സ്, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന വീഡിയോസ് ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ചാനലിന്റെ പേര്, ലിങ്ക് ഒക്കെ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കീവേഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കണ്ടന്റുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് മുമ്പിൽ നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീവേഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നമ്മളുടെ ചാനലിന്റെ പേരും അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതും യൂട്യൂബ് മറ്റാരെങ്കിലും നമ്മുടെ ചാനൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനലിന്റെ പേരും കൂടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം മുകളിൽ അഡ്വാൻസ്ഡ് സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് പോയാലേ നമുക്ക് കാണാനായിട്ട് കഴിയും ഡു യു വാണ്ട് ടു സെറ്റ് യുവർ ചാനൽ ആസ് മെയ്ഡ് ഫോർ കിഡ്സ്. അപ്പോൾ അതിന് താഴെയായിട്ട് 3 ഓപ്ഷൻസ് കാണാം. ഒന്നാമത്തത് യെസ് സെറ്റ് ദിസ് ചാനൽ ആസ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസോ ഷോർട്സോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ല നോ സെറ്റ് ദിസ് ചാനൽ ആസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്, നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റ് എല്ലാവർക്കും കാണാൻ കഴിയും. അപ്പോൾ അതിന് നമുക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി 2 രീതിയിലും ഉള്ള ഷോർട്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്തതും എന്നാൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നതുമായിട്ടുള്ള ഷോർട്സോ വീഡിയോസോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഐ വാണ്ട് ടു റിവ്യൂ ദിസ് സെറ്റിംഗ്സ് ഫോർ എവറി വീഡിയോ എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിലായിട്ട് ഫ്യൂച്ചർ എലിജിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം. ഓൾറെഡി ഫസ്റ്റ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്യൂച്ചർ എലിജിബിലിറ്റി എനേബിൾഡ് ആണ്. രണ്ടാമത്തതും മൂന്നാമത്തതും നമുക്ക് എനേബിൾഡ് ആക്കി കൊടുക്കാം. ഇവിടെ രണ്ടാമത്തെ ഫ്യൂച്ചർ എലിജിബിലിറ്റി ആയ ഇന്റർമീഡിയറ്റ് ഫ്യൂച്ചർ എനേബിൾഡ് ആക്കി കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് വീഡിയോസ് 15 മിനിറ്റ്സിൽ കൂടുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും കസ്റ്റം തമ്പനെയിൽ ഉണ്ടാക്കാനും അതുപോലെ ലൈവ് സ്ട്രീം ചെയ്യാനും ഒക്കെ നമുക്ക് ഇത് എനേബിൾഡ് ആക്കി കൊടുക്കുന്നതിലൂടെ കഴിയും. ഇനി ഇത് എനേബിൾഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സൈഡിലെ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ ഫോൺ നമ്പർ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജ് ഇപ്പോൾ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ വാട്ട് ഈസ് യുവർ ഫോൺ നമ്പർ എന്ന് കാണുന്നിടത്ത് നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒരു 6 ഡിജിറ്റ് OTP വരും. ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ നമ്പർ വെരിഫൈഡ് എന്ന് കാണിക്കും.
വീണ്ടും ബാക്ക് പോവുക, കസ്റ്റമൈസ് ചാനൽ ഓപ്പൺ ചെയ്തിട്ട് ചാനൽ സെറ്റിംഗ്സിലേക്ക് വരിക. ഫ്യൂച്ചർ ആൻഡ് എലിജിബിലിറ്റി എന്ന ഓപ്ഷൻ, നമ്മൾ ഓപ്ഷനിൽ പോയിട്ട് ഇപ്പോൾ എനേബിൾഡ് ചെയ്ത ഓപ്ഷൻ എനേബിൾഡ് ആയോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഇവിടെ എനേബിൾഡ് ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഫ്യൂച്ചർ, അഡ്വാൻസ്ഡ് ഫ്യൂച്ചർ. ഇത് എനേബിൾഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഷോർട്സോ വീഡിയോസോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ കഴിയും. അതുപോലെ മോണിറ്റൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കിത് എനേബിൾഡ് ആക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഇത് എനേബിൾഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സൈഡിൽ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. ഒന്നാമത്തത് വീഡിയോ വെരിഫിക്കേഷൻ, രണ്ടാമത്തത് വാലിഡ് ID, മൂന്നാമത്തത് ചാനൽ ഹിസ്റ്ററി. അപ്പോൾ ഇങ്ങനെ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ചെയ്യേണ്ടത് ആക്സസ് ഫ്യൂച്ചർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടേക്ക് എ 6 സെക്കൻഡ് വീഡിയോ ഓഫ് യുവർ സെൽഫ്, രണ്ടാമത്തത് ടേക്ക് എ ഫോട്ടോ ഓഫ് യുവർ ID, മൂന്നാമത്തത് ബിൽഡ് ഹിസ്റ്ററി ആസ് ഗ്രോ. അപ്പോൾ ഇവിടെ ഈ 3 ഓപ്ഷനിലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് ID വെരിഫിക്കേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് പാൻ കാർഡ്, വോട്ടർ ID, പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഇത്രയും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ആധാർ ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇതിലേതെങ്കിലും നമ്മൾ എടുത്തതിന് ശേഷം ടേക്ക് എ ഫോട്ടോ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജ് ഇവിടെ കാണാം. അതിൽ ഗെറ്റ് ജിമെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൺ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജിമെയിലിൽ ഗൂഗിള് ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരിക്കും. ബാക്ക് പോവുക, ജിമെയിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. ആ മെയിൽ ഓപ്പൺ ചെയ്തിട്ട് താഴെയായി സ്റ്റാർട്ട് വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഇമെയിൽ വഴി മാത്രമേ നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇനി സ്റ്റാർട്ട് വെരിഫിക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഏത് ID ആണോ വെരിഫൈ ചെയ്യാൻ കൊടുക്കുന്നത് അതിൽ ഉള്ള നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ ഇവിടെ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജിലും ഓപ്പണായി വരും. അവിടെയും നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്യാമറ ഓപ്പണായി വരും. അവിടെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ നമ്മുടെ ഏത് ID ആണോ വെരിഫൈ ചെയ്യേണ്ടത് ആ ID കറക്റ്റായിട്ട് കാണിച്ചിട്ട് ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഇത്രയും നമ്മൾ കൊടുത്തതിന് ശേഷം 2-3 മണിക്കൂറിനകത്ത് തന്നെ നമ്മളുടെ തേർഡ് ഫ്യൂച്ചറും എനേബിൾഡ് ആകും. ഇനി വീണ്ടും നമ്മൾ ബാക്ക് പോവുക, സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ലോഡ് ഡീഫോൾട്ട് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിലിവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ എന്നൊരു കോളം കാണാം. അവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓരോരോ വീഡിയോസിനായാലും ഷോർട്സിനായാലും വേറെ വേറെ ടൈറ്റിലാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. താഴെയായിട്ട് വിസിബിലിറ്റി കാണും. അത് നിങ്ങളുടെ സൗകര്യാർത്ഥം പബ്ലിക്കോ അൺലിസ്റ്റഡോ ഒക്കെ ആക്കി കൊടുക്കാം. താഴെ ടാഗ്സ്. അപ്പോൾ നമുക്ക് പെർമനന്റ് ആയിട്ട് നമുക്ക് ഒരു ഷോർട്സിനോ വീഡിയോസിനോ കൊടുക്കുന്ന ടാഗ് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം വീണ്ടും അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിലേക്ക് വരിക. ഇവിടെയും നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ലഭിക്കും. ഏത് ലാംഗ്വേജിലാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാ സെറ്റിംഗ്സും നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം താഴത്തെ സേവ് ബട്ടൺ കറക്റ്റായിട്ട് ഓൺ ആക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ ഈ സെറ്റിംഗ്സ് എല്ലാം സേവ് ആവുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പുറകിലേക്ക് പോസ് ചെയ്തിട്ട് വീണ്ടും കാണാനായിട്ട് ശ്രമിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ കമന്റായിട്ട് അറിയിച്ചാൽ മതി. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ഉറപ്പായിട്ട് തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.